അല്ല, അത് വേറൊരു സ്ഥിതി. അത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഒരു വിഷയമാണെന്ന് വിചാരിക്കും. ആര് നീട്ടിക്കൊണ്ടുപോകും? അല്ലല്ല, ഇതൊരു എലക്ഷൻ റിസൾട്ടാക്കി മാറ്റാനല്ല ഞാൻ ശ്രമിക്കുന്നത്. ഇതൊരു സ്ത്രീയുടെ സംരക്ഷണത്തിന്റെ പ്രശ്നമുണ്ട്. നമുക്കെല്ലാം സഹോദരിമാരില്ലേ, നമുക്കെല്ലാം അമ്മമാരില്ലേ, വിവാഹം കഴിച്ചവർക്ക് ഭാര്യയില്ലേ? അവിടെ സ്ത്രീ എന്താണെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? ആ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണ്ടേ? സ്ത്രീകളെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണ്. ഒന്ന്, വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഗർഭം ധരിക്കുന്നതിന് വേണ്ടി നിർബന്ധിക്കുക. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗർഭത്തിലുള്ള കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി ഇടപെടുക. എന്തൊരു ക്രൂരതയാണിത്! എന്തൊരു നീതിയാണിത്! ഒരു രാഷ്ട്രീയ നേതാവാണ് ഈ കാര്യം ചെയ്യുന്നത്. അയാൾക്ക് രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ അവകാശമുണ്ടോ? മാന്യതയുണ്ടോ? ഇതല്ലേ കോൺഗ്രസ് അല്ലേ ഇതിന് ഉത്തരം പറയേണ്ടത്? കോൺഗ്രസ് ഇങ്ങനെ വേഗമായി പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ കഴിയും ഇതിൽ നിന്ന്? രാഹുൽ മാങ്കുട്ടവുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം അവസാനിച്ചിട്ടുണ്ടോ? അവസാനിച്ചെന്നാണ് മുരളീധരൻ പറയുന്നത്. അവസാനിച്ച് വിശ്വസിക്കാൻ കഴിയോ? അവസാനം പോലും വി.ഡി. സതീശൻ, കെ. മുരളീധരൻ, പിന്നെ സണ്ണി ജോസഫ്, അദ്ദേഹം കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റാണ്, മുൻ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടില്ലേ? ഏകീകരിച്ച അഭിപ്രായമുണ്ടോ? കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ടോ? കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ട് പറയട്ടെ. ഇന്ന് കെ. മുരളീധരൻ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ അഭിപ്രായമെങ്കിൽ കോൺഗ്രസ് ആ നിലപാട് വെട്ടിത്തുറന്ന് പറയട്ടെ. KPCC പ്രസിഡന്റ് ആ നിലപാട് പറയട്ടെ. ആ നിലപാട് പറയുന്നില്ലല്ലോ. അപ്പം ഈ അനീതിക്ക് ഒപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ അനുഭവങ്ങളിലൂടെ കാണാൻ കഴിയും.